Hi my dear students, once again welcome back to Principle of Mathematical Induction. ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന വളരെ രസകരമായ ചാപ്റ്ററിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ചില രണ്ട് ടൈപ്പ് സാധനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ഫോമുല, LHSും RHSും ഉള്ള ഫോമുലയാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസ് ഡിവിസിബിൾ ബൈ അല്ലെങ്കിൽ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എന്നുള്ള ആ ടൈപ്പ്. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു മൂന്നാമത്തെ ടൈപ്പ് സാധനം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. പക്ഷെ മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ എല്ലാം മെത്തേഡും എല്ലാം ചെയ്യുന്ന എല്ലാം ഒരേ മെത്തേഡിലാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ അത്തരത്തിലാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ടൈപ്പിലേക്ക് പോകാം. Here is the next question, question number 15. Using MI, prove that 1 square plus 2 square plus 3 square plus etc. plus n square greater than n cube by 3. Where n is a natural number. അതാണ് n belongs to n എന്ന് എഴുതിയിരിക്കണം. നമ്മുടെ മെത്തേഡ് എല്ലാം സെയിം തന്നെ. ലെറ്റ് നമ്മൾ എടുക്കുന്ന സാധാരണ പി എൻ അല്ല, ലെറ്റ് പി എൻ സച്ച് ദാറ്റ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ഗ്രേറ്റർ ദാൻ n ക്യൂബ് ബൈ 3. ഓക്കെ, നമുക്ക് വേണ്ടത് ഇനി P1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ലെറ്റ് P1ൻ്റെ നമുക്ക് LHS എന്ന് എടുക്കാം. LHS ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ മാത്രമേ വരുള്ളൂ. 1 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമ്മുടെ RHS എന്ന് എടുക്കാം. RHS എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വരും? 1 ക്യൂബ് ബൈ 3 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 1/3 എന്ന് വരും അല്ലേ? ഈ LHSും RHSും എടുക്കുവാണെങ്കിൽ ക്ലിയർലി നമുക്ക് പറയാൻ പറ്റും. ക്ലിയർലി LHS എന്ന് പറഞ്ഞാൽ 1 ആണ് ഗ്രേറ്റർ ദാൻ ഏത് 1/3. കാരണം ഇതിൽ വലുത് 1 തന്നെയാണ്. അതിൻ്റെ 1നെ 1 ഭാഗം മാത്രമേ ഉള്ളൂ. 1/3 അതാണ് ഇത്. തീർച്ചയായിട്ടും 1 ആയിരിക്കും വലുത്, 1/3 ചെറുതായിരിക്കും. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ LHS ഈസ് ഗ്രേറ്റർ ദാൻ RHS. ദാറ്റ്സ് ട്രൂ. ദെർഫോർ P1 ഈസ് ട്രൂ. P1 ഈസ് ട്രൂ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് സെയിം. കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്ന അസ്യൂം ചെയ്യുക. അസ്യൂം PK ഈസ് ട്രൂ അല്ലേ? Assume PK is true. Assume PK is true. Okay. That is PK such that 1 square plus 2 square plus 3 square plus etc. plus K square greater than k cube divided by 3. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നാണല്ലോ വിളിക്കണേ. അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, now we have to prove that pk plus 1 is true. We have to prove that pk plus 1 is true. Right? That is pk plus 1 എന്താന്ന് നോക്കാം. pk plus 1 എന്ന് പറഞ്ഞാൽ LHS നമുക്കൊന്ന് എടുക്കാം. pk plus 1 that is to prove that അല്ലേ? That is to prove that pk plus 1 such that 1 square plus 2 square plus 3 square plus etc. plus k square പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്ത ടൈം k plus 1 the whole square greater than നമുക്ക് വേണ്ട ഇവിടെയുള്ള k ഉള്ളിടത്തെല്ലാം k plus 1 കൊടുക്കണം, അത്രയേ ഉള്ളൂ, by 3. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യണേ. ദാറ്റ് ഈസ് ടു പ്രൂവ് ദാറ്റ് ദിസ് ഈസ്, ഇത് പ്രൂവ് ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ PK plus 1ൻ്റെ LHS എടുക്കാം. Now LHS 1 square plus 2 square plus 3 square plus etc. plus k square plus k plus 1 the whole square അല്ലേ? അതിൽ നമുക്ക് ഇവിടെ വരെയുള്ള ടേമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നാച്ചുറലി തന്നിട്ടുണ്ട്. ഇത് ഗ്രേറ്റർ ദാൻ KQ/3 ആണ്. അപ്പോൾ നമ്മൾ ഈ LHSന് ഇവിടെ വരെയുള്ള ഈ k സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയറിന് പകരം അതിനെ കഴിഞ്ഞും ഒരു ചെറിയ വാല്യൂ ആയ KQ/3 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ, അതായത് ഇത്രയും ഭാഗത്തിന് പകരം അതിനെ കഴിഞ്ഞും ചെറുതായ KQ/3 എന്നുള്ള വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്താൽ ഈ സൈഡ് കുറച്ചും കൂടെ എന്താവും? ചെറുതായി പോകും അല്ലേ? അപ്പോൾ LHS വലുതാവും. ഇത് അതിനെ കഴിഞ്ഞും ശരിക്കും ഈക്വൽ ആണ്. ഇപ്പം നമ്മൾ എടുക്കുന്ന LHSുമായിട്ട് ഇത് ഈക്വൽ ആണ്. ഇപ്പം നമ്മളിങ്ങനെ എഴുതാം 3 = 2 + 1 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ 2ന് പകരം അതിനെ കഴിഞ്ഞും ചെറിയ നമ്പറായ 3 എന്നുള്ളതിന് പകരം, അല്ലെ ഇവിടെ ഈ 2 എന്നുള്ളതിന് പകരം
2നെ കഴിഞ്ഞും ചെറുതായ ഒരു 1 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ ഈ സൈഡ് എന്താകും? ഈ സൈഡ് ചെറുതാകും അല്ലേ? അപ്പോൾ 1 + 1 എന്ന് എഴുതാം. അപ്പോൾ 3 > 2 എന്ന് വരും. അപ്പം നമ്മൾ ചെയ്തതാണ് ഈ 2ന് പകരം അതിനെ കഴിഞ്ഞും ചെറുതായ 1 കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ എവിടെ ചെറുത് കൊടുത്തോ ആ സൈഡ് ചെറുതായി പോകും. അപ്പോൾ നമ്മൾ ഇത്രയും വാല്യൂവിന് പകരം ഇക്വേഷൻ നമ്പർ 1 പറയുന്നു അതിൻ്റെ വാല്യൂ KQ/3 കഴിഞ്ഞും വലുതാണ്. അപ്പോൾ നമ്മൾ ഇതിന് പകരം KQ/3 കൊടുത്താൽ ആ സൈഡ് ചെറുതായി പോകും. അപ്പോൾ നമ്മൾ KQ/3 മറ്റേ ടൈമിന് മാറ്റമില്ല, K+1². ഓക്കെ മക്കളെ, മനസ്സിലായോ? നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നിന്നും ഇതിന് പകരമായിട്ട് അതിനെ കഴിഞ്ഞ് ഒരു ചെറിയ നമ്പർ അവിടെ കൊടുത്താൽ ആ സൈഡ് ചെറുതായി പോകും. ആ ചെറിയ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1 നിന്നുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. ദാറ്റ് ഈസ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ K³ + 3 × K+1² divided by 3. Right? Just cross ചെയ്തു. That is greater than K³ + 3 × ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു K² + 2K + 1. ഇത് നമ്മളുടെ K+1² ഫോർമുലയാണ് by 3. റൈറ്റ്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് K+1³ കഴിഞ്ഞും വലുതാണെന്നാണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? LHS, ഈ പറയുന്ന LHS എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടണം നമുക്ക് ആൻസർ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും എഴുതി. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? നിങ്ങൾ ക്രോസ് ചെയ്തു, പിന്നെ K+1² ഫോർമുല കൊടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇതിനെ K³ + 3K² + 6K. പിന്നെ ഇവിടെ സ്ക്വയർ എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ സ്ക്വയറിന്റെ ഫോർമുലയാണ് കൊടുത്തത്. 6K + 3 divided by 3 എന്ന്. ഓക്കെ, ജസ്റ്റ് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്തു. ഞാൻ ഇതിനെ ഒന്ന് മാറ്റി എഴുതുവാണ്. K³ + 3K² പ്ലസ് ഈ 6Kക്ക് പകരം ഞാൻ 3K എന്ന് കൊടുക്കുക. പ്ലസ് 3ക്ക് പകരം 1 എന്ന് കൊടുക്കുക. എന്തിനാണ് എന്നുള്ള തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ ശരിക്കും വേണ്ടത് എന്താണ്? 6K ആണ്. അതിൽ 3K + 3K എന്ന് വന്നാലേ 6K ആവുള്ളൂ. അതുപോലെ 1 + 2 എന്ന് എഴുതിയാലേ ഉള്ളൂ അത് 3 ആവുള്ളൂ. ഇപ്പം ഞാൻ ഇപ്പം എഴുതിയേക്കണതിനകത്തുനിന്ന് ഈ 2 ടേം അങ്ങോട്ട് ഒഴിവാക്കി. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതുവാണെന്ന് വിചാരിക്കുക. 17 ഈസ് ഗ്രേറ്റർ ദാൻ 15 എന്ന് എഴുതിയിരിക്കുക. ഞാൻ ഈ ഇതേമാതിരിയാണ് ഇപ്പോൾ ഗ്രേറ്റർ ദാൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ 17 ഗ്രേറ്റർ ദാൻ 15-നകത്തുനിന്ന് ഞാൻ ഒരു 4 അങ്ങ് കുറച്ചു. അപ്പോൾ ഞാൻ ഇതിനെ 11 + 4 എന്ന് എഴുതിയിട്ട് ഈ 11 + 4 ഈ 4 അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഇനിക്വാളിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല, കാരണം ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയോ ചെയ്യുന്നത് അല്ലേ? ഇതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഇപ്പം 17 എന്ന് പറഞ്ഞതിനെ കഴിഞ്ഞ് 2 കുറവുള്ളൂ ഈ 15 എന്ന്. പക്ഷേ ഇവിടെ ഞാൻ കുറച്ചും കൂടെ ചില ടൈമും കൂടെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ഇത് 17 എന്ന് പറയുന്നത് 11നെ കഴിഞ്ഞും 6 വലുതായി. എന്ന് വെച്ചാൽ 6ന്റെ ഡിഫറൻസ് ഉണ്ട് തമ്മിൽ. ഇപ്പോൾ കുറച്ചും കൂടെ അത് സ്ട്രോങ് ആയി. ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രോങ് ആയി. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തേക്കണം അങ്ങനെയാണ്. ഒരു 3Kയും ഒരു +2 ഉണ്ട്, അത് രണ്ടും ഒഴിവാക്കി. K എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണല്ലോ. അതിനകത്ത് ഒരു 3K എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു നമ്പറാണ്, ഒരു വലിയ നമ്പറാണ്. അതും ഈ +2ഉം കൂടെ അങ്ങ് ഒഴിവാക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇനിക്വാളിറ്റി ആയി മാറി by 3. അപ്പം നിങ്ങൾക്ക് നാച്ചുറലി തോന്നാം എന്തിനാണ് സാർ ഇങ്ങനെ ഈ ടേം ഒഴിവാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉദ്ദേശം ഇതിനെ ഗ്രേറ്റർ ദാൻ ഇതിനെ K+1³ എന്ന് എഴുതുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. കാരണം ഞാൻ നോക്കിയപ്പോൾ K+1³ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്ത് വരും? K+1³ ഫോർമുല K³ + 3K² + 3K + 1 എന്നുള്ളതാണ് K+1³ ഫോർമുല. നമുക്കറിയാമല്ലോ A + B² എന്ന് പറഞ്ഞാൽ A² + 3A²B + 3AB² + B³ അപ്പോൾ ആ ഫോർമുല കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു ടേം അതിനകത്തുനിന്ന് കുറയ്ക്കാനുള്ള കാരണം. അപ്പോൾ ഇത് ഇനിക്വാളിറ്റി ആയതുകൊണ്ട് നമുക്കിവിടെ ഈ ഇനിക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നടത്താം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. LHS ഈസ് ഗ്രേറ്റർ ദാൻ K+1³ by 3 എന്ന് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് യാതൊരു മാത്തമാറ്റിക്സിൻ്റെ യാതൊരു ബേസിക് കോൺസെപ്റ്റുകൾക്കൊന്നും ഒരു വ്യത്യാസവുമില്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് വാട്ട്? ദാറ്റ് മീൻസ് pk+1 is true. ഓക്കെ മക്കളെ, pk+1 is true. Hence നമുക്ക് ഇനി കൺക്ലൂഷനിൽ എത്തിക്കാം. Hence by the principle of നമ്മുടെ കോമൺ കൺക്ലൂഷൻ, hence by the principle of mi, the result is true for all natural numbers. Okay, അപ്പോൾ മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ ഇൻഇക്വാളിറ്റി ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെതായ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? യെസ്, ഇതാണ് ഇതിനകത്ത് മൂന്നാമത്തെ ടൈപ്പ് വരുന്നൊരു സാധനം. ഓക്കെ, പക്ഷേ മെത്തേഡ് എല്ലാം സെയിം തന്നെ. ഓക്കെ, let us have another question. Using mi, prove that 1 plus 2 plus 3 plus etc plus n less than 1/8 into 2n plus 1 the whole square. Method is same തന്നെയാണ്. Let Pn such that 1 plus 2 plus 3 plus etc plus n less than 1/8 into 2n plus 1 the whole square. Okay, ഇനി നമ്മൾ P1 നോക്കണം. P1 അത് നമ്മൾ LHS എടുക്കാം. LHS എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും അല്ലേ, ഇതിൻ്റെ ഫസ്റ്റ് ഇടം. RHS എന്ന് പറഞ്ഞാലോ, RHS എന്ന് പറഞ്ഞാൽ അവിടെ 1 കൊടുക്കുമ്പോൾ 1/8 into 2 into 1 plus 1 the whole square. That is 1/8 into 2 plus 1 3 എന്ന് വരും, 3 square. 9/8 എന്ന് വരും അല്ലേ. 9/8 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ദറ്റ് ഈസ് എന്തായിരിക്കും, 1 കഴിഞ്ഞ് വലുതായിരിക്കും. കാരണം 1 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർലി നമുക്ക് പറയാൻ പറ്റും, ക്ലിയർലി ഏതാണ് വലുത്? RHS ആണ്. കാരണം 1 less than 9/8. That implies LHS less than RHS. Hence P1 is, therefore P1 is true. Okay, okay, same method തന്നെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? PK assume ചെയ്യണം. Now assume PK is the true. That is എന്ത് വരും? 1 plus 2 plus PK such that അങ്ങനെ എഴുതാം. PK such that 1 plus 2 plus 3 plus etc plus n-ന്റെ സ്ഥാനത്ത് k വരും. Less than 1/8 into 2k plus 1 the whole square, equation number 1 എന്ന് വിളിക്കാം. ഓക്കെ മക്കളെ, now you have to prove that pk+1 is true. To prove that pk+1 is true. pk+1 is true. That is to prove that എന്താ പ്രൂവ് ചെയ്യേണ്ട നമുക്ക്? 1 plus 2 plus 3 plus etc plus k, അത് കഴിഞ്ഞ് k+1 കൂടെ വരും. ലെസ് ദാൻ എന്ത് വരും? 1/8 into 2k ഉള്ളിടത്ത് k+1 the +1. അതായത് ഈ ഇക്വേഷൻ നമ്പർ 1-നകത്ത് k ഉള്ളിടത്തെല്ലാം k+1 കൊടുക്കുന്നതിന് ഇക്വലാൻ്റ് എടുക്കണം. 1/8 into 2 into അവിടെ k ഉള്ളിടത്ത് k+1 എടുക്കുക, +1 the whole square. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് എന്താ ചെയ്യണ്ടേ? ദാറ്റ് ഈസ് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. ദാറ്റ് ഈസ് ടു പ്രൂവ് ദാറ്റ്, ഞാൻ ഇച്ചിരി ഇങ്ങോട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ടു പ്രൂവ് ദാറ്റ് 1 plus 2 plus 3 plus etc plus k plus k+1 less than 1/8 into, നമുക്കൊന്ന് ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയിട്ട് എഴുതിയേക്കാം, 2k plus 2 plus 1 അല്ലേ. 2k ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2k plus 2 plus 1 എന്ന് വെച്ചാൽ 2k plus 3 എന്ന് വരും, the whole square. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ LHS ഒന്നെടുത്ത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, LHS എടുക്കാം. 1 plus 2 plus 3 plus etc plus k plus k+1. ഓക്കെ, ഇതിൽ ഈ ഇവിടെ വരെയുള്ളതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച്
നമുക്ക് ഈ അതിന് പകരം ഈ 1/8 ഇൻറ്റു 2k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ കൊണ്ട് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. 2k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്നാണല്ലോ അതിൻ്റെ വാല്യൂ. അതിന് പകരം അതായത് നമ്മൾ ഈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് k അതിന് പകരം അതിനെ കഴിഞ്ഞ് വലുതായ 1/8 ഇൻറ്റു 2k പ്ലസ് 1 ഹോൾ സ്ക്വയർ കൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാധനം എന്താവും, ഇതിനെ കഴിഞ്ഞ് വലിയൊരു നമ്പർ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ സൈഡ് വലുതായി പോകും. പ്ലസ് നമ്മുടെ k പ്ലസ് 1 കൂടെ ഉണ്ടേ. നമ്മൾ പറയുന്നില്ലേ ഇപ്പോൾ 3 അല്ലെങ്കിൽ 12 ഈസ് ഈക്വൽ ടു നമുക്കറിയാം 8 പ്ലസ് 4 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. സെയിമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ 8ന് പകരം ഒരു 9 കൊടുത്താൽ 12, ഈ 8ന് പകരം 8നെ കഴിഞ്ഞ് വലിയൊരു നമ്പർ കൊടുത്താൽ തീർച്ചയായിട്ടും എന്താവും, ആ സൈഡ് വലുതായി പോവും അല്ലേ, ഇങ്ങനെയായി പോവും. അപ്പോൾ ഇതിനെ കഴിഞ്ഞ് വലിയ നമ്പറാണ് ഞാൻ റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ ആ സൈഡ് വലുതായി പോകും. അത് തന്നെ ഞാൻ ഇവിടെ ചെയ്തത്. ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് ഇതിനെ കഴിഞ്ഞ് വലിയൊരു നമ്പറാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നാച്ചുറലി ഇത് വലുതായി പോകും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് LHS ലെസ് ദാൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ലെസ് ദാൻ 1/8 ഇൻറ്റു ഇതൊന്ന് ക്രോസ് ചെയ്യാം അല്ലേ. ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരാം, 8 ഇങ്ങോട്ട് പോരും. സോ 2k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 8 ഇൻറ്റു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും അല്ലേ. ജസ്റ്റ് ഇത് ഒന്ന് ക്രോസ് ചെയ്ത് അത്രയേ ഉള്ളൂ. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ലെസ് ദാൻ 2k ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും, 4k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 1 കറക്റ്റ് അല്ലേ. എന്താണ്, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ പ്ലസ് 8k പ്ലസ് 8 ഡിവൈഡഡ് ബൈ 8. ഓക്കെ മക്കളെ, യെസ്. സോ ദാറ്റ് ഈസ് 4k സ്ക്വയർ പ്ലസ് ഇവിടെ 4k ഉണ്ട് 8k ഉണ്ട്, അപ്പോൾ 12k ആവും. ഇവിടെ ഒരു 1 ഉണ്ട് 8 ഉണ്ട്, കൂട്ടുമ്പോൾ 9 ആവും, ബൈ 8 എന്നാവും. റൈറ്റ്, ദാറ്റ് ഈസ് ലെസ് ദാൻ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, 2k പ്ലസ് 3 ദ ഹോൾ സ്ക്വയറിന് എഴുതത്തില്ലേ, ബൈ 8. നമുക്ക് നോക്കാം, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a സ്ക്വയർ 2kയുടെ സ്ക്വയർ 4k സ്ക്വയർ പ്ലസ് b സ്ക്വയർ അതിവിടെ ഉണ്ട് 2ab. സോ 2 ഇൻറ്റു 2k ഇൻറ്റു 3, 2k ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6k വരും, 6k ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 12k വരും. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. 1/8 ഇൻറ്റു 2k പ്ലസ് 3 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് വിച്ച് ഈസ് ട്രൂ അല്ലേ. therefore pk പ്ലസ് 1 ഈസ് ട്രൂ. അത് നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. therefore pk പ്ലസ് 1 ഈസ് ട്രൂ. ഓക്കെ, കണ്ടോ നമ്മളിവിടെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് k പ്ലസ് 1 ലെസ് ദാൻ 1/8 ഇൻറ്റു 2k പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന്. കണ്ടോ, ഇത് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്, 2k പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. therefore pk പ്ലസ് 1 ഈസ് ട്രൂ. ഹെൻസ് പിന്നെ നമ്മുടെ ആ കോമൺ കൺക്ലൂഷൻ, ഹെൻസ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് mi നമുക്കത് ചെയ്യാം. ഹെൻസ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് mi, ഹെൻസ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് mi, principle of mathematical induction, the result is true for all natural numbers. All natural numbers. Okay makkale, so that's the proof. Okay, മനസ്സിലായല്ലോ. Let us have one more question of the same pattern. Using mi, prove that 2n plus 7 less than n plus 3 the whole square. ഇവിടെ സം ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടൈം മാത്രമേ ഉള്ളൂ. 2n plus 7 less than n plus 3 whole square. മെത്തേഡ് എല്ലാം സെയിം ആണ്. ലെറ്റ് pn such that 2n plus 7 less than n plus 3 the whole square. നമ്മുടെ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഫുള്ള് നാച്ചുറൽ നമ്പേഴ്സിന് മാത്രമേ ശരിയാവുള്ളൂ. അതുകൊണ്ട് n എന്ന് പറയുന്നതൊരു ചോദ്യമില്ല, n എന്താണ് എന്നുള്ള ചോദ്യമില്ല. n എന്ന് പറഞ്ഞാൽ ഓൾവേസ് നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഓക്കെ, നമുക്ക് p1 നോക്കാം. p1 അതിൻ്റെ LHS എടുക്കാം. LHS എന്ന് പറഞ്ഞാൽ n ഉള്ളിടത്തെല്ലാം 1 കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 7 എന്ന് വരും, ദാറ്റ്സ് ഈക്വൽ ടു 9 എന്ന് വരും അല്ലേ. നമുക്ക് RHS നോക്കാം. RHSനകത്ത് നമ്മൾ n ഉള്ളിടത്ത് 1 കൊടുക്കുമ്പോൾ ഇത് 1 പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും, that is 4 സ്ക്വയർ എന്ന് വരും, 16 വരും. ക്ലിയർലി നമുക്കറിയാം, 9 ലെസ് ദാൻ 16, that means
LHS less than RHS. Therefore, P1 is true. P1 is true. നമ്മുടെ മെത്തേഡ് എല്ലാം സെയിം ആണ്. ഇനി നമുക്ക് അസ്യൂം ചെയ്യാം. അസ്യൂം PK is true. Assume PK is true. Okay, that is PK such that എന്ത് വരും? 2 into എന്നുള്ളിടത്ത് k കൊടുക്കുക. 2k ബ്രാക്കറ്റ് ഇടുന്നത് ഒന്ന് സൂക്ഷിച്ച് എഴുതണം. നമുക്ക് ഒന്നുകൂടെ എഴുതാം. 2k plus 7 just replace n by k by less than k plus 3 the whole square. Equation number 1 എന്ന് വിളിക്കാം. ഓക്കെ, മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. Now we have to prove that PK plus 1 is true. Now we have to prove that PK plus 1 is true. Right? That is to prove that k ഉള്ളിടത്തെല്ലാം k plus 1 കൊടുക്കുക. 2k plus 1 plus 7 less than ഇവിടെ k ഉള്ളിടത്ത് k plus 1 കൊടുക്കുമ്പോൾ k plus 1 plus 3 the whole square. Right? That is നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. That is to prove that this is 2 into അത് എന്തും ആയിക്കോട്ടെ, നമുക്ക് അതുപോലെ തന്നെ എഴുതാം. plus 7 less than k plus 4 the whole square. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ നമ്പർ അല്ല, നമ്മുടെ ഈ 1ഉം 3 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 4 കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഈ 2k plus 1 ഇതൊന്നും എടുക്കാം. നൗ 2 into k plus 1 plus 7 that's equal to 2k plus 2 plus 7 വരും അല്ലേ. ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യുമ്പോൾ 2k plus 2 plus 7. അതിൽ നമുക്ക് ഇവിടെ 2k plus 7ന്റെ വാല്യൂ k plus 3 ഹോൾ സ്ക്വയർ കഴിഞ്ഞും ചെറുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം. 2k plus 7 ഒരുമിച്ച് എഴുതാം. plus 3 plus 2 മാറ്റി എഴുതും. അതായത് ഈ ടേം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതും. ഇനി നമ്മൾ ഇതിനെ കഴിഞ്ഞും വലിയ നമ്പറായ k plus 3 ഹോൾ സ്ക്വയർ കൊണ്ട് അത് റീപ്ലേസ് ചെയ്യും. plus 2 നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻ നമ്പർ 1 ആണ് എൻ്റെ റീസൺ. ഇക്വേഷൻ നമ്പർ 1 ഈ 2k plus 7ന് പകരം ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് നമ്മൾ 2k plus 7ന് പകരം അതിനെ കഴിഞ്ഞ് വലിയ നമ്പറായ k plus 3 ഹോൾ സ്ക്വയർ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. k plus 3 ഹോൾ സ്ക്വയർ കൊണ്ട് റീപ്ലേസ് ചെയ്താൽ നമുക്കറിയാം എന്താ സംഭവിക്കുക. ആ സൈഡ് വലുതാവും, കാരണം അത് വലിയ നമ്പറാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ലെസ് ദാൻ എക്സ്പാൻഡ് ചെയ്യാം. k സ്ക്വയർ പ്ലസ് 6k plus 9 plus 2. റൈറ്റ്? യെസ്. ഇപ്പോൾ ഓൾറെഡി ഈ സൈഡ് ഇപ്പോൾ തന്നെ ഈ സൈഡ് വലുതാണ്. അപ്പോൾ ഞാനൊരു ചെറിയ പരിപാടി കൊണ്ട് ചെയ്യുകയാണ്. ഇത് k സ്ക്വയർ ഉണ്ട് പ്ലസ് ഈ 6kയുടെ കൂടെ, അതായത് ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് കിട്ടി ഇത്രയാണല്ലോ ഇത്, ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 2 ടേമുകൾ ആഡ് ചെയ്യാൻ പോകും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 2kയും പിന്നെ ഒരു 5ഉം കൂടെ ഞാൻ ആഡ് ചെയ്യാം. നാച്ചുറലി നിങ്ങളുടെ മനസ്സിൽ തോന്നാം എന്തുകൊണ്ടാണ് ഈ 2k plus 5 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണത്. അതിൻ്റെ ഉത്തരം കാരണം എന്തായാലും നിങ്ങൾ നോക്കേണ്ട അത്രയേ ഉള്ളൂ. ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂവിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? കാരണം ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ 6kയുടെ കൂടെ ഒരു 2k ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കുറച്ചും കൂടെ അത് ഈ സൈഡ് വലുതായിരിക്കും. വീണ്ടും ഒരു 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വലുതായിരിക്കും അല്ലേ. ഇനി ഇത് എന്തിനാ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ 6kയും 2kയും 8k എന്ന് എഴുതാം. പ്ലസ് 11ഉം പ്ലസ് 16 എഴുതാം. അങ്ങനെ എഴുതിയാൽ അതിന് പകരം നമുക്ക് k plus 4 the whole square എന്ന് എഴുതാം അല്ലേ. k square plus a plus b whole square, a square plus 2ab 8k plus b square 16. കണ്ടോ, ഇത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമുക്ക് വേണ്ടത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനോട് കൂടെ ഈ പർട്ടിക്കുലർ നമ്പറുകൾ ആഡ് ചെയ്തത്. 2k plus 5 ആഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. കാരണം ആഡ് ചെയ്യുന്ന എപ്പോഴും ആഡ് ചെയ്യുന്നതുകൊണ്ട് k പോസിറ്റീവ് ആയതുകൊണ്ടും ആഡ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ഈ സൈഡ് വലുതാമത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇനിക്വാളിറ്റിനെ യാതൊരു തരത്തിലും അത് അഫക്റ്റ് ചെയ്യത്തില്ല, കുറച്ചും കൂടെ സ്ട്രോങ് ആയി മാറത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ടൈം ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിരുന്നു 2k plus 1 plus 7 less than k plus 4 whole square ആണ്.
അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. therefore നമുക്ക് പറയാൻ പറ്റും pk plus 1 is true. therefore pk plus 1 is true. ഓക്കെ, ഇനി നമ്മുടെ കോമൺ കൺക്ലൂഷൻ ആണ് hence by the principle of mi the result is true for all natural numbers. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൂഫായി ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ മെത്തേഡുകളെല്ലാം സെയിം ആണ്. എല്ലാ പ്രോബ്ലം നമ്മൾ ചെയ്ത് ഒരേ മാതിരിയാണ്. ആദ്യം നമ്മൾ പി കെ എന്ന് എടുക്കുന്നു, അല്ല പി എൻ എന്ന് എടുക്കുന്നു. പിന്നെ നമ്മൾ P1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു, LHS RHS എടുത്ത് പ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം പി കെക്ക് അസ്യൂം ചെയ്യുന്നു. പി കെക്ക് അസ്യൂം ചെയ്തതിന് ശേഷം നമ്മൾ അത് ഉപയോഗിച്ച് ആ റിസൾട്ട് ഉപയോഗിച്ച് നമ്മൾ പി കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ പി കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് 3 ടൈപ്പ് സാധനങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് നമ്മൾ ഈക്വൽ ടു വരുന്ന കേസ്, രണ്ടാമത്തെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഡിവിസിബിൾ വരുന്ന കേസ്, മൂന്നാമത്തേത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ ടൈപ്പ്. ഈ 3 ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത് പഠിക്കാനുള്ളത്. അപ്പോൾ ആ 3 ടൈപ്പ് സാധനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതോടെ നമ്മുടെ ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള ചെറിയ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മെത്തേഡ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ പ്രോബ്ലംസ് എല്ലാ പ്രോബ്ലം ചെയ്യുന്ന ഒരേ മെത്തേഡിലാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അപ്പോൾ ആ മാർക്ക് നിങ്ങൾക്ക് സൂപ്പറായിട്ട് വാങ്ങാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.